Hi friends, എല്ലാവർക്കും ഓസ്ട്രേലിയ മല്ലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് അഫ്ര രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ നമ്മുടെ ഗൂഗിളിൽ അല്ലെ ക്രോമിൽ നമ്മൾ അഫ്രയിൽ ലോഗിൻ ചെയ്യാൻ പോവാണ്. ലോഗിൻ ഉണ്ട്, റിന്യൂവൽ ഉണ്ട്. നമുക്ക് റിന്യൂവൽ ഉണ്ട്. അഫ്ര രജിസ്ട്രേഷൻ റിന്യൂവൽ പ്രോസസ് വേരീസ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഹെൽത്ത് പ്രാക്ടീഷണർ. ഓക്കെ, എപ്പം റിന്യൂ ചെയ്യണം, എന്താണ് അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, അതൊക്കെയാണ് അവർ പറയുന്നത്. നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സിന്റെ റിന്യൂ ബൈ 31st May എവറി ഇയർ. മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആണെങ്കിൽ 30 September. അപ്പോൾ ഓൾ ഹെൽത്ത് പ്രാക്ടീഷണേഴ്സിന് ഡിഫറെൻറ്റ് റിന്യൂവൽ ആയിരിക്കും. നമുക്ക് May 1 ഓപ്പൺ ആയി May 31 അത് ഫിനിഷ് ആവുന്നത്. അപ്പം മേക്ക് ഷുവർ എവരിബഡി ബിറ്റ്വീൻ ദാറ്റ് ടൈം നമ്മുടെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ വേണ്ടി ഓർക്കുക. പിന്നെ റിന്യൂ ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ ലാപ്സായി പിന്നെ അതിൻ്റെ പുറകെയൊക്കെ നടക്കണമെന്ന് പറഞ്ഞ പണിയാണ്. അപ്പം കൈയോടെ ഒരു 10 വേണ്ട, 5-8 മിനിറ്റ് എടുത്ത് കാര്യം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ, മറന്നു പോകാതെ തന്നെ. ഫസ്റ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. കുറച്ച് വെച്ചോണ്ട് പിന്നെ ചെയ്യാമെന്ന് വെച്ചോണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മറന്നു പോകും. ഓക്കെ, രജിസ്ട്രേഷൻ റിന്യൂവൽ 2025 നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി റിന്യൂവൽ ഈസ് ഓപ്പൺ. Before renewing, all nurses and midwives must set up their AFRA portal. Of course, we do have one, which includes multi-factor authentication to better protect your personal data. I think ഇതാണ് നമ്മുടെ അഫ്ര പോർട്ടലിൽ അല്ലെങ്കിൽ നമ്മുടെ നഴ്സിന്റെ റിന്യൂവലിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ്. ഒരു മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ പ്രോസസ്സോട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ റിമൈൻസ് ദ സെയിം, പഴയ ഇത് തന്നെയാണ്. Before you can renew your 2025 registration, you need to move your existing account to a new AFRA portal. Okay, നമ്മളപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അക്കൗണ്ട് ആദ്യം ന്യൂ അഫ്ര പോർട്ടലിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ 2025 രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. It should only take a few minutes to move your account, but there are few steps you need to complete. Once you start the move, you will need to set up a multi-factor authentication to log into your AFRA portal. Make sure you have the following ready before you start. Okay, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്ന് അവർ പറയുന്നത്. Your AFRA username and password, of course we have that. Then a laptop or a desktop computer to set up your AFRA portal. Then ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഒരു ഐഫോൺ, ഇതിന് വേണ്ടിയിട്ട് ഗൂഗിൾ നമ്മൾ നമ്മുടെ ഒതന്റിക്കേറ്റർ ആപ്പിനെ ഡൗൺലോഡ് ചെയ്യണം ഫസ്റ്റ്. ദെൻ യുവർ പാസ്വേഡ് ഫോർ യുവർ ആപ്പിൾ അക്കൗണ്ട് ഓർ ഗൂഗിൾ അക്കൗണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മൂവ് ചെയ്യുന്നതിന് നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ നമ്മുടെ അഫ്രയുടെ പോർട്ടലിൽ എങ്ങനെയാണ് ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. Verify your details. Click login to AFRA portal button, login page, enter the current username. Okay, നമ്മൾ as usual ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ അഫ്ര പോർട്ടൽ ലോഗിൻ ചെയ്യുക, നമ്മുടെ യൂസർനെയിം പാസ്വേഡും കൊടുത്തിട്ട് പിന്നെ അവിടെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ടാവും ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യുക. എൻ്റർ യുവർ ഡേറ്റ് ഓഫ് ബർത്ത്, username, password, date of birth match ചെയ്യുവാണെങ്കിൽ you will get an email verification to the email we have recorded in the AFRA. Then you have to verify your email address. Click OK if the email address we have on the file is correct. Check your email for a verification email and click the link in the verification email. If the email is not in your inbox, ജങ്കും അല്ലെങ്കിൽ സ്പാം ഫോൾഡർ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ബൈ മിസ്റ്റേക്ക് അത് ചിലപ്പോൾ അവിടെ പോയി കിടപ്പുണ്ടാവും. Once you have completed the first part of the move, you will promoted to set up a multi-factor authentication. Set up a multi-factor authentication. എങ്ങനെയാണ്? Multi-factor authentication is an extra layer of security to protect your AFRA account. ഒന്നുമില്ല, നമ്മുടെ AFRA അക്കൗണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെയർ, എക്സ്ട്രാ ലെയർ ആണ്. യു മൈറ്റ് ഓൾസോ നോ ഇറ്റ്സ് എ 2-step വെരിഫിക്കേഷൻ. നമുക്ക് ഫോണിലും നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2-step വെരിഫിക്കേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഫേസ്ബുക്കിലും അങ്ങനെയൊക്കെ. ഇറ്റ് മീൻസ് യു നീഡ് ടു യൂസ് യുവർ പാസ്വേഡ് ആൻഡ് ദ ഫ്രീ ഗൂഗിൾ ഒതന്റിക്കേറ്റർ ആപ്പ് എവറി ടൈം യു ലോഗിൻ ടു യുവർ AFRA പോർട്ടൽ. ഓക്കെ, പാസ്വേഡും കൊടുക്കണം. നെക്സ്റ്റ് ടൈം തൊട്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഒതന്റിക്കേറ്റർ ആപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് അഫ്രയുടെ പോർട്ടൽ ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ലേൺ ഹൗ ടു സെറ്റ് അപ്പ് എ മൾട്ടി-ഫാക്ടർ ഒതന്റിക്കേഷൻ. സ്റ്റെപ്പ് 1, നമ്മുടെ ആപ്പിൾ അല്ലെങ്കിൽ ഐഫോണിൽ നമ്മൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഗൂഗിൾ ഒതന്റിക്കേറ്റർ ആപ്പാണ്. Once you have downloaded the app, the step 2 will be set up your AFRA portal. So I am an existing registered health practitioner ആയിരിക്കും റിന്യൂ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 3, കണക്ട് ദ ഗൂഗിൾ ഒതന്റിക്കേറ്റർ ആപ്പ് ടു യുവർ AFRA പോർട്ടൽ. അതെങ്ങനെ കണക്ട് ചെയ്യുന്നതെന്നുള്ള ഒരു വീഡിയോ അവർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 4 നമ്മൾ ഇപ്പോൾ ഒതന്റിക്കേറ്റർ ആപ്പാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക.
പിന്നെ നിങ്ങൾക്ക് പണ്ട് ചെയ്തിരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. നമ്മൾ ആ ലോഗിനിൽ മാത്രമാണ് ഒരു ഡിഫറൻസ് വരുത്തിയിരിക്കുന്നത് കേട്ടോ. സോ ഓക്കെ, നമുക്ക് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാവേ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒതന്റിക്കേറ്റർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പഴയ അക്കൗണ്ടിനെ പുതിയ അക്കൗണ്ട് ആക്കിയിട്ട് ന്യൂ അക്കൗണ്ട് ആക്കിയിട്ട് നമ്മൾ അഫ്രയുടെ പോർട്ടലിലേക്ക് മാറ്റാൻ പോകുന്നു കേട്ടോ. ഓക്കെ, നമ്മുടെ ഇമെയിൽ കറക്റ്റ് ആണെങ്കിൽ നമുക്കൊരു വെരിഫിക്കേഷൻ അയക്കുന്നത് നമുക്ക് കിട്ടും. സോ വി ഹാവ് ടു വെരിഫൈ ദി ഇമെയിൽ and we have to reset our password. So let's see what email did we get. So after നമുക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട് ആ ലിങ്ക്. So through link we have to reset our password. Username അടിച്ചു കൊടുക്കുക, reset password. Now check your email. Okay, let's check email again. Let's get you set up a new password. Reset password. Okay, before that set up multi-factor authentication. Okay, using a authenticator app which we have already downloaded in our mobile phone. Sign up with the authenticator app. Click here. So connect the authenticator app. Connect the third party authenticator app to your account so you can use it to verify your identity. നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാം. വന്ന കോഡ് എൻ്റർ ചെയ്യാൻ പോവാണ്. നമ്മൾ നമ്മുടെ ഒതന്റിക്കേറ്റർ ആപ്പ് വെച്ചിട്ട് നമ്മുടെ ഈ ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമുക്കൊരു കോഡ് കിട്ടും. ആ കോഡ് എൻ്റർ ചെയ്യുക. 30 സെക്കൻഡേ ഉള്ളൂ. 30 സെക്കൻഡിനുള്ളിൽ നമ്മൾ കണക്റ്റ് ആക്കണം. അപ്പോൾ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വരും. ഓക്കെ, ഇനി നമുക്ക് ചേഞ്ച് പാസ്വേഡ് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു ഡാഷ്ബോർഡിലായിരിക്കും നമ്മൾ എത്തിപ്പെടുന്നത്. നമ്മുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഒരു ഡാഷ്ബോർഡിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പറയുന്നത് രജിസ്ട്രേഷൻ റിന്യൂവൽ ഈസ് ഡ്യൂ നൗ. സോ നമുക്ക് റിന്യൂ ചെയ്യണം. മാനേജ് മൈ റിന്യൂവൽ. റിന്യൂവൽ ഓപ്ഷൻസ്. ഓക്കെ, കറണ്ട് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ രജിസ്റ്റേർഡ് ആണ്. ജനറൽ, എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, പ്രൊഫഷൻ, എക്സ്പയറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിന്യൂ, നോട്ട് റിന്യൂ, മൂവ് ടു നോൺ പ്രാക്ടീസ് രജിസ്ട്രേഷൻ, ഐ വാണ്ട് ടു റിന്യൂ. ക്ലിക്ക് ചെയ്യുക ആൻഡ് ദെൻ നെക്സ്റ്റ്. ഓക്കെ, റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ, ജനറൽ രജിസ്ട്രേഷൻ ആസ് എ നഴ്സ്, ഹൗ ടു യൂസ് ദിസ് ഫോം. സർട്ടൻ ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുമല്ലോ, അപ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണം വെദർ ഇറ്റ്സ് ട്രൂ ഓർ ഫോൾസ്. നമ്മൾ രജിസ്ട്രേഷൻ ഹോൾഡ് ചെയ്യാൻ സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട് ബിഫോർ യു ഗോ ത്രൂ രജിസ്ട്രേഷൻ യു മസ്റ്റ് റീഡ് ദിസ്. If any time want to go back, click the previous button at the bottom of the form. Do not use the back button. Click the profile icon button and then log out in the top right corner when you done with the application. Okay, make sure you read through and then next. Privacy. The National Board of Opera Protect Your Person. അവർ നമ്മുടെ പ്രൈവസി ആക്ട് അനുസരിച്ച് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കോൺഫിഡൻഷ്യാലിറ്റി ഉള്ളതായിരിക്കും. നെക്സ്റ്റ്. ഓക്കെ, നമ്മൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ട ഏരിയ ആണ്. നമ്മുടെ ടൈറ്റിൽ and then first name and then if you have a middle name, it's because you have a registration അല്ലെങ്കിൽ ഒരു account already, those information will automatically pop up. എന്തെങ്കിലും അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. Then if it's all correct, you can write the above details are correct. അല്ലെങ്കിൽ the above details need to be updated, then they will give an option to update. Okay, contact details, please provide an email address, at least one phone number. Phone number, Australian number. Do you need to update your current details? No. If you want to, you can press yes. So I have my mobile phone number here and I have an updated email address already which I was registered the site with. So I leave that email address as it is. Then would you like to update the language other than English you fluently speak? I have added a couple of languages which I know. So I'll go with no because I don't want to update. Aboriginal Torres Strait Islander ആണോ അല്ലെങ്കിൽ സാസി ഐലൻഡർ അല്ലെങ്കിൽ ഏതെങ്കിലും ആണോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നു. So I have already added no, so I don't need to change. Do you want to update your response? No. Then next. It's pretty easy. Your residential address cannot be a post office. Okay, current
residential address details. Okay, do you need to update your residential address? Yes. ഇത് നമ്മുടെ റെന്റൽ പ്രോപ്പർട്ടിയുടെ ആയിരുന്നു നമ്മുടെ പണ്ടത്തെ. സോ നമ്മൾ ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് മാറി. സോ വി ഹാവ് ടു provide our details. And then next, then principal place of practice. Okay, when it comes to principal place of practice is like where your hospital is located. Principal place of practice എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് എൻ്റെ most of the time as a professional എൻ്റെ ടൈം ഞാൻ എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നുള്ളത്, which is of course hospital. So ഹോസ്പിറ്റലിൻ്റെ അഡ്രസ് ആണ് ഞാൻ വെക്കാൻ പോകുന്നത്. So I'm going to update that. Do you need to update your address for the principal place of practice? Yes. Is your principal place of practice my residential address or other? I'm going to put as other. Please provide your principal place practice address. Okay, let's go to next. And then mailing address. Do you need to update your mailing address? Yes. Is your mailing address same as your residential address അല്ലെങ്കിൽ principal place of practice? എൻ്റെ PPP ഞാൻ കൊടുത്തിരിക്കുന്ന ഹോസ്പിറ്റലാണ്, അവിടേക്ക് എനിക്ക് ഒരിക്കലും എൻ്റെ മെയിൽ പോകേണ്ട ആവശ്യമില്ല. സോ I'll update as my residential address. Okay, next. നമ്മൾ ചെയ്യുന്നതിന് ടിക്ക് വീഴുന്നുണ്ട് ഇവിടെ, ഗ്രീൻ. ക്രിമിനൽ ഹിസ്റ്ററി എന്താണെന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ഓൾറെഡി മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തതാണ്. സിൻസ് യുവർ ലാസ്റ്റ് ഡിക്ലറേഷൻ ടു അഫ്ര, ഡു യു ഹാവ് എനി ക്രിമിനൽ ഹിസ്റ്ററി? അഫ്ര ലാസ്റ്റോടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അഫ്രയോട് ഡിക്ലെയർ ചെയ്യാത്ത വേറെ എന്തെങ്കിലും ക്രിമിനൽ ഹിസ്റ്ററി നിങ്ങൾക്കുണ്ടോ? നോ. നെക്സ്റ്റ്. Then next they're asking about international criminal history. Do you have any international criminal history since your last declaration to AFRA? നമ്മൾ ലാസ്റ്റത്തെ റിന്യൂവലിന് ശേഷമുള്ള ചേഞ്ചസ് ആണ് അവർ ചോദിക്കുന്നത്. നോ. ദെൻ ഇമ്പയർമെന്റ്, പ്രാക്ടീസിനെ നമ്മുടെ കപ്പാസിറ്റി ടു പ്രാക്ടീസിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഇമ്പയർമെന്റ് ഉണ്ടോ? നോ. കംപ്ലൈൻസ്, ഹാവ് എ കംപ്ലൈന്റ് ബീൻ മെയ്ഡ് അബൌട്ട് യു ടു രജിസ്ട്രേഷൻ അതോറിറ്റി? ഓക്കെ, നമ്മളെക്കുറിച്ച് ഏതെങ്കിലും ഒരു കംപ്ലൈൻസോ കാര്യങ്ങളോ വല്ലതും ഈ രജിസ്ട്രേഷൻ അതോറിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ചോദിക്കുന്നു. നോ. കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, CPD, നമ്മളെല്ലാം CPD ചെയ്യാറുണ്ടല്ലോ. Did you meet the board CPD requirement during the preceding period of registration? This include hours and any other requirement? Yes. Residency of practice details. If you have changed your scope of practice, then you have to report it. Do you meet the board residency of practice requirement? Yes. Next. ഓക്കെ, അടുത്തത് പ്രൊഫഷണൽ ഇൻഡെംനിറ്റി ഇൻഷുറൻസ് അറേഞ്ച്മെന്റ്സ് ആണ്. അതായത് നമ്മൾ ഈ ലാസ്റ്റ് ഇയർ വർക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഇൻഷുറൻസ് കവറിലായിരുന്നു വർക്ക് ചെയ്തത്. അതുപോലെ ഇനി അപ്കമിങ് വരുന്ന ഇയറിൽ നിങ്ങൾ അങ്ങനെയാണോ നിങ്ങളുടെ പ്ലാൻ? അങ്ങനത്തെയാണ്. ഓഫ് കോഴ്സ് നമ്മൾ യെസ് ആണ് അതിന് കൊടുക്കേണ്ടത്. നെക്സ്റ്റ്. അടുത്തത് exposure to prone procedures. Do you perform exposure prone procedures? As I do, yes. During the preceding period of registration, have you complied with Australian national guidance for the management of healthcare workers living in the bloodborne virus and healthcare workers who perform exposure prone procedure risk? Okay, നമ്മൾ അതിന്റെ പ്രൊസീഡിങ്ങും ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്തായിരുന്നു. ലാസ്റ്റ് ഇയർ നമ്മൾ ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. യെസ്. If your registration is renewed, would you intend to perform exposure prone procedure? Of course, നമ്മൾ nurses ആണ്, will be dealing with some of those. So yes. ആ ഒരു ബ്ലഡ് ബോൺ വൈറസിന്റെ ഗൈഡ് ലൈൻസും കമ്മിറ്റ്മെന്റ് അതിന്റെ നാഷണൽ ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. യെസ്. ഓക്കെ, പ്രാക്ടീസ് റെസ്ട്രിക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ in the preceding registration period, has your right to practice been restricted or withdrawn at a hospital or other facility when health services are provided because of health, performance or conduct? ഏതെങ്കിലും കാരണത്താൽ വർക്ക് റെസ്ട്രിക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന്? നോ. നെക്സ്റ്റ്. Do you have billing privileges under the Medicare Australia Act? അങ്ങനത്തെ ഒരു billing privileges ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. So we'll go with no. Next. Then declaration, അതായത് നമ്മളെ കൊടുത്ത ഇൻഫർമേഷൻസും കാര്യം ഡീറ്റെയിൽസ് ഒക്കെ ട്രൂ ആണ്. I understand that personal information that I provided may be given to a third party for a regulatory purposes as authorized or required by the national law. ഏതെങ്കിലും തേർഡ് പാർട്ടിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഈ ക്രിമിനൽ ചെക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. Then I consent to nationally coordinate criminal history check. ഞാൻ പറഞ്ഞില്ല, ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക് നമ്മൾ കൺസെന്റ് ചെയ്യാം. Then I confirm. കുറച്ച് സർവേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. Where did you obtain your initial qualification in nursing? Other overseas ആണ്. So country India. Do you need to obtain any further qualification, undertake education program to gain registration in nursing in Australia? No. Sorry, no. What is your highest qualification? Bachelor's degree.
Last week, were you working in Australia? Yes. Last week, on what basis would you employed in the nursing? I employ full time. Last week, how many hours did you work in nursing? 76 hours. ഫുൾ ടൈം ആയിട്ട് എത്ര മണിക്കൂർ വർക്ക് ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഞാൻ അതുപോലെ ലീവ് ചെയ്തിട്ടുണ്ട്. Last week, what was your principal role in your main job? Nursing, clinician, nurse, including manager, supervisor, including whatever, whether it's a patient care. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ആണെങ്കിൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുക. ലാസ്റ്റ് വീക്ക് വാട്ട് വാസ് ദ പ്രിൻസിപ്പൽ ഏരിയ ഓഫ് മെയിൻ ജോബ് ഇൻ നഴ്സിംഗ്? മെന്റൽ ഹെൽത്ത്. Then last week, what was the principal work setting of your job in nursing? So I'm gonna put hospital. Last week, where was the location of your main job in nursing? Please enter your suburb or postcode. Other than location reported in the previous question, do you work in a regional, rural, remote area? No. In the last year, did you practice via telehealth? No. In total, how many years have you worked in nursing in Australia? Whole year. 2 years. How many more years do you intend to remain in nursing workforce in Australia? Do you identify as a Aboriginal Torres Strait Islander? No. Are you a temporary resident? No. Mandatory അല്ല. So how many more years do you intend to remain എന്നുള്ളത് ഞാൻ ലീവ് ചെയ്യുവാണ്. റിവ്യൂ ഇനി കുറച്ച് റിവ്യൂ സമ്മറി ആണ്. അതായത് നമ്മൾ ഇത്ര നേരം എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് കറക്റ്റ് ആണെന്നുള്ളത്. ഡൊമസ്റ്റിക് ക്രിമിനൽ ഹിസ്റ്ററി അതൊക്കെ നമ്മൾ നോ ഇട്ടു. ആണ് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് പേയ്മെന്റ് ഓപ്ഷൻ ആണ് വരുന്നത്. പേയ്മെന്റ് ഓപ്ഷൻ ഓക്കെ. രജിസ്ട്രേഷൻ ഫീ എന്ന് പറയുന്നത് 185 എമൗണ്ട് ആണ്. സോ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ. പേയ്മെന്റ് സക്സസ്ഫുൾ. ഡു നോട്ട് ക്ലിക്ക് ബാക്ക് ഓർ എക്സിറ്റ് ദിസ് പേജ് ടു കംപ്ലീറ്റ് യുവർ ആപ്ലിക്കേഷൻ. ക്ലിക്ക് സബ്മിറ്റ്. Once we paid, there will be a receipt and a tax invoice will be sent to our email. Make sure you keep it safe because നമ്മുടെ ടാക്സ് റിട്ടേണിന് പോകാതെ നമുക്ക് നമ്മുടെ എമൗണ്ട് ഒക്കെ ക്ലെയിം ചെയ്യാനുള്ളതാണ്. ഓക്കെ. Let's click submit. Next step, track your application. Thank you for applying. You can keep track of where the application is up to here. Your registration has been renewed. So ഇത്ര സമയം എടുക്കത്തുള്ളൂ നമ്മുടെ രജിസ്ട്രേഷൻ റിന്യൂ. ജസ്റ്റ് authenticated ആപ്പിൻ്റെതായ ചെറിയൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. That is for an extra protection for our account. Hope you understand this video. See you on another video. Thank you so much for watching.